എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതായത് DHI എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി, ഓഫ്താൽമിക് അസിസ്റ്റൻ്റ്, ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് അപേക്ഷ സമർപ്പിച്ച് PD കോട്ടയിൽ ഉൾപ്പെടുന്നതിലേക്കായിട്ടുള്ള മെഡിക്കൽ ബോർഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റും റിസൾട്ടും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് lbs.in/para-diploma HI ഫാർമസി 2024/index.aspx എന്നുള്ള ഈ ഒരു URL വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ആൻഡ് റിസൾട്ട് ഓഫ് ദ മെഡിക്കൽ ബോർഡ് ഫോർ ഡിഫറൻഷ്യലി ആബിൾഡ് കാൻഡിഡേറ്റ് PD കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇന്ന് വന്നതാണ് എന്നാണ് തോന്നുന്നത്, കാരണം ഇന്നലെ ഇതിൽ ഈ ഒരു ലിങ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു മെഡിക്കൽ ബോർഡ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു നവംബർ 7-8 തീയതികളായിട്ട് DME ഓഫീസ്, അതായത് മെഡിക്കൽ കോളേജിലെ DME ഓഫീസിൽ ആണ്, അതായത് തിരുവനന്തപുരത്താണ് വെച്ചിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. DPharmൻ്റെ റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് DPharm എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് DPharmന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റേതാണ് റാങ്ക് ലിസ്റ്റ് DPharm എന്നുള്ളത്. അതുപോലെ റാങ്ക് ലിസ്റ്റ് പാരാമെഡിക്കൽ എന്നുള്ളടത്ത് ആർക്കൊക്കെയാണ് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യം സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഈ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ നൽകുന്ന നമ്പേഴ്സാണ്. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അതുപോലെ തന്നെ നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരുണ്ടാവും. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളമാണ് ഈ ഒരു അംഗവൈകല്യം, അതായത് ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളത് എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു PWD കോട്ടയ്ക്ക് നിങ്ങൾ അർഹരാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എലിജിബിൾ ഫോർ ചോദിക്കുകയല്ല, ജസ്റ്റ് അത് നിങ്ങൾ എലിജിബിൾ ആണോ എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോട്ടയ്ക്ക് ഈ ഒരു വിദ്യാർത്ഥി എലിജിബിൾ ആണ് എന്നുള്ളതാണ് യെസ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി, അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. DP എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസി, DHI എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, DOTAT എന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫോം ജസ്റ്റ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ DDT എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ DRT എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ റാസ്ബെറി ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ കോഴ്സിൻ്റെ ചുരുക്കപ്പേര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ നിങ്ങൾ ആ ഒരു കോഴ്സിൽ പഠിക്കാനായിട്ട് നിങ്ങൾ അർഹരാണോ എന്നുള്ളതാണ്, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. PWD കോട്ടയിൽ റാങ്ക് ലിസ്റ്റിൽ, അതായത് DPharmൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അസ്ന SS, അതുപോലെ തന്നെ ആയിഷ BC, അതുപോലെ തന്നെ ദേവനന്ദ R, അതുപോലെ തന്നെ അലീന ജോൺസൺ എന്നിവർക്കാണ് ഈ ഒരു DPharm കോഴ്സിലേക്ക്, അതായത് ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവരുടെ DPharmൻ്റെ SM റാങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിലേക്ക് അത് PD കോട്ടയിൽ അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റുന്നതല്ല. ബാക്കിയുള്ളവർക്ക് മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പാരാമെഡിക്കലിൻ്റേത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് എത്രയാണ്, അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ വിദ്യാർത്ഥിക്കും ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സസിൽ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സ്യൂട്ടബിലിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് നേരത്തെ ആ ഒരു പാരാമെഡിക്കൽ, അതായത് ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസിൽ, അതായത് അസ്ന SS എന്നുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഡീറ്റെയിൽസിൽ സ്യൂട്ടബിലിറ്റിയുടെ ഭാഗത്ത് DP എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കോഴ്സ് കൂടി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ചില വിദ്യാർത്ഥികളുടേത് ഈ ഒരു DMLTക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ചില വിദ്യാർത്ഥികളുടേത് DHIക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടേത് നോട്ട് സ്യൂട്ടബിൾ
ഫോർ എനി കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PD കോട്ടയിൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ചില വിദ്യാർത്ഥികളുടേത് ഇവിടെ ആ ഒരു കോഴ്സിന് സ്യൂട്ടബിൾ അല്ല എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടേത് PD കോട്ടയിൽ ആ ഒരു കോഴ്സിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ PD കോട്ടയിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതായത് സാധാരണ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് വഴി തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ ഉള്ള ആ ഒരു റാങ്ക് ഡീറ്റെയിൽസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു PD കോട്ടയിൽ അർഹതയുള്ളവരാണ്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അതിൻ്റെ ആ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ റിസൾട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ ആ ഒരു റിസൾട്ടും ഡീറ്റെയിൽസും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കുക. ഇതുവരെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ നാളെ അതായത് ഡിസംബർ 1-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.